உன்னோடு நான் இருந்த ஒவ்வொரு மணித்துளியும் மரணப்படுக்கையிலும் மறக்காத கண்மணியே. 90 நிமிடங்கள் தொட்டணைத்த காலம்தான் 800 ஆண்டுகளாய் இதயத்தில் கணக்குதடி. பார்வையிலே சில நிமிடம், பயத்தோடு சில நிமிடம், கட்டியணைத்தபடி கண்ணீரில் சில நிமிடம், இலக்கணமை பாராமல் முத்தங்கள் விதத்த மோகத்தில் சில நிமிடம். உன்னோடு நான் இருந்த ஒவ்வொரு மணித்துளியும் മരണപ്പെടുക്കയിലും മറക്കാതെ കൺമണിയെ. 1997 മണിരത്നം സംവിധാനം ചെയ്ത ഒരു വൻ താരനിര അണിനിരുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചിത്രങ്ങളിലൊന്നാണ് ഇരുവർ. സമാന്തര രേഖയിൽ പോകുന്ന രണ്ട് കഥകൾ, രണ്ട് കഥാപാത്രങ്ങൾ, അനന്തനും സെൽവനും. ഇവിടെ അനന്തൻ സിനിമയിൽ നായകനാവുക എന്ന മോഹത്തോടു കൂടി മദിരാശിയിലേക്ക് വരുന്നു. സെൽവൻ അഥവാ തമിഴ് സെൽവൻ ദ്രാവിഡ ആശയങ്ങളിൽ ഉറച്ചു വേരൂന്നിയ ഒരു യുവ എഴുത്തുകാരനാണ് സെൽവൻ. സെൽവനാണ് നമ്മുടെ അനന്തനെ അയ്യാ വേലുത്തമ്പിക്ക് പരിചയപ്പെടുത്തുന്നത്. അയ്യാ വേലുത്തമ്പി ആവട്ടെ ദ്രാവിഡ പാർട്ടിയുടെ ഒരു ഉന്നത നേതാവാണ്. ഒരുപാട് അലഞ്ഞതിന് ശേഷം അനന്തൻ തൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് എത്തുന്നു. ഒരു നായക വേഷം അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം ഒരു സിനിമയുടെ നായകനാവുന്നു. തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അയാൾക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നു. ഇതുവരെ അദ്ദേഹം പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും പുഷ്പവല്ലി എന്ന അദ്ദേഹത്തിൻ്റെ ഭാവി വധുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നു. അങ്ങനെ അനന്തൻ്റെ കല്യാണം നടക്കുന്നു. ഇതേ സമയം തന്നെ സെൽവനും മരതകത്തെ വിവാഹം ചെയ്യുന്നു. അനന്തൻ തിരിച്ച് മദിരാശിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. സെൽവൻ്റെ പാർട്ടി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി തമിഴ്നാട്ടിൽ ഉയർന്നു വന്നു. അതേപോലെ അനന്തൻ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ സിനിമ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം പാതി വഴിയിൽ നിർത്തിപ്പോയി. വളരെ വേദനയോടുകൂടിയാണ് അനന്തൻ ആ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത്. വളരെ ദുഃഖിതനായ അനന്തൻ തൻ്റെ ഭാര്യ പുഷ്പവല്ലിയെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അന്നേരം പ്രേക്ഷകരായ നമ്മളും ഒരു കാര്യം തിരിച്ചറിയുന്നു. അനന്തൻ ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല, പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ് എന്നുള്ളത്. പുഷ്പവല്ലി വളരെ വിഷമത്തോടുകൂടി അനന്തനോട് ആ കാര്യം സംസാരിച്ചുവെങ്കിലും അനന്തൻ അവൾക്കൊരു വാക്ക് കൊടുക്കുന്നു, ഞാൻ സിനിമയിൽ തന്നെ തുടരും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് നാളുകൾക്ക് ശേഷം അനന്തൻ്റെ ഭാഗ്യം തിരിച്ചെത്തുകയാണ്. വീണ്ടും ഒരു സിനിമ അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു. വീണ്ടും ഒരു നായക വേഷം അനന്തന് കിട്ടുകയാണ്. അനന്തൻ ആ ഡയറക്ടറോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എഴുത്തുകാരൻ തമിഴ് സെൽവനെ ആ സിനിമയുടെ ഒരു ഭാഗമാക്കണമെന്ന്. അങ്ങനെ അനന്തൻ്റെയും സെൽവൻ്റെയും ജീവിതത്തിൽ ഭാഗ്യദേവത വീണ്ടും കടന്നു വരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അനന്തനെ തേടി ഒരു കത്ത് വരുന്നു. ആ കത്തിൽ വളരെ വിഷമകരമായ ഒരു വാർത്തയാണുള്ളത്. തൻ്റെ ഭാര്യ പുഷ്പവല്ലി ഒരു രോഗത്താൽ പെട്ടെന്ന് മരണമടഞ്ഞു. അനന്തൻ വരുന്നിടം വരെ കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവളെ ദഹിപ്പിക്കാതെ കുഴി തോണ്ടി അതിൽ മറവ് ചെയ്തു. തിരിച്ച് നാട്ടിലെത്തിയ അനന്തൻ പുഷ്പവല്ലിയുടെ മുഖമൊന്ന് കാണണമെന്ന് പറഞ്ഞ് കരയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സീനാണ്. ഈ ഒരു സീനിന് ശേഷം അനന്തൻ തിരിച്ച് മദിരാശിയിലെത്തുന്നു. തൻ്റെ കൂട്ടുകാരൻ തമിഴ് സെൽവനെ തിരക്കഥാകൃത്താക്കണമെന്ന് അനന്തൻ ഡയറക്ടറോട് ആവശ്യപ്പെടുന്നു. തമിഴ് സെൽവൻ്റെ കഴിവിലുള്ള വിശ്വാസം കൂടെ കണ്ടുകൊണ്ട് ഡയറക്ടർ തമിഴ് സെൽവനെ അതിൻ്റെ തിരക്കഥാകൃത്താക്കുന്നു. അങ്ങനെ അവരുടെ പടം റിലീസാവുന്നു. വളരെ വളരെ ഒരു ഓഡിയൻസ് റെസ്പോൺസാണ് ആ സിനിമയ്ക്ക് ലഭിച്ചത്. അങ്ങനെ അനന്തൻ നായകനും തമിഴ് സെൽവൻ അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്തും പൊളിറ്റീഷ്യനുമായി മാറുന്നു. സിനിമയുടെ വിജയത്തിന് ശേഷം അനന്തൻ്റെ ജീവിതത്തിലേക്ക് രമണി, അതായത് അനന്തൻ്റെ സിനിമയിലെ നായികയായ രമണി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കടന്നു വരുന്നു. ഇതിനിടയിൽ തമിഴ് സെൽവൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ വളരെയധികം പ്രചാരത്തിലെത്തുന്നു. അയ്യ വേലുത്തമ്പി എന്ന് പറയുന്നത് ആളുകളുടെ ഒരു വികാരമായി മാറുന്നു. വികാരമുള്ള ഒരു നേതാവ്, വീറുള്ള ഒരു നേതാവായി അയ്യ വേലുത്തമ്പി വളരുന്നു. അതോടൊപ്പം തന്നെ തമിഴ് സെൽവൻ്റെ അനുയായിയായ സെന്താമരൈ എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രം സിനിമയിലേക്ക് വരുന്നു. ഈ സെന്താമരയുമായി തമിഴ് സെൽവന് ചെറിയൊരു പ്രണയം ഉണ്ടാകുന്നു. ചെറിയൊരു പ്രണയമല്ല, ഒരു പ്രണയം തന്നെ ഉണ്ടാകുന്നു. ആ പ്രണയത്തിൽ സെന്താമരയോട് തമിഴ് സെൽവൻ പറയുന്ന ഒരു ഡയലോഗാണ്, ഉന്നോട് നാനിരുന്ന ഒവ്വൊരു മണിത്തുളിയും മരണപ്പെടുക്കയിലും മറക്കാതെ കൺമണിയെ. അനന്തനെ കൊണ്ട് അയ്യാ വേലുത്തമ്പിക്ക് മറ്റൊരു ഗുണമുണ്ട്. അനന്തനൊരു സെലിബ്രിറ്റിയാണ്. അനന്തൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ഇളകി മറിയുന്ന ജനസാഗരം. അദ്ദേഹം അവരുടെ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ഗുണമാണ്. അത് അവരുടെ പാർട്ടിക്ക് വലിയൊരു ഒരു റീച്ചാണ് ആ സമയത്ത് ഉണ്ടാവുക എന്ന്
അയ്യാ വേലുത്തമ്പിക്ക് മനസ്സിലാവുന്നു. അത് അദ്ദേഹം തമിഴ് സെൽവനോട് പറയുന്നു. തമിഴ് സെൽവൻ ഇത് അനന്തനിലേക്ക് ഈ വിവരം കൈമാറുന്നു. അനന്തൻ ഒട്ടും മടിക്കാതെ തന്നെ അവരുടെ പാർട്ടിയിലേക്ക് ചേരുന്നു. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നാണ് തമിഴ് സെൽവൻ്റെ ഒരു അതിയായ ആഗ്രഹം. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു, ഒരുപാട് വേദികളിൽ പ്രസംഗിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അനന്തനാവട്ടെ സിനിമയിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാണ്. അനന്തൻ്റെ പുതിയ സിനിമയിലേക്ക് നായികയായി എത്തുന്നത് കൽപ്പന എന്ന് പറയുന്ന ഒരു പുതുമുഖ നടിയാണ്. ഈ കൽപ്പനയ്ക്ക് പുഷ്പവല്ലിയുമായിട്ട് ഒരു രൂപസാദൃശ്യമുണ്ട്. ഒരു രൂപസാദൃശ്യമെന്നല്ല, പുഷ്പവല്ലിയെ തലതിരിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ പുഷ്പവല്ലിയുടെ റിഫ്ലക്ഷൻ എങ്ങനെയാണോ അതാണ് കൽപ്പനയെന്ന് ഒരു സിറ്റുവേഷനിൽ അനന്തൻ തന്നെ പറയുന്നുണ്ട്. കൽപ്പനയുടെ സ്ക്രീൻ ടെസ്റ്റ് തിയേറ്ററിലിരുന്ന് അനന്തനും ഭാര്യ രമണിയും അദ്ദേഹത്തിൻ്റെ അനുയായും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്ക്രീനിൽ കൽപ്പന വരുന്നത്. കൽപ്പനയെ കണ്ട മാത്രയിൽ തന്നെ അനന്തൻ ഞെട്ടുകയാണ്. തൻ്റെ മരിച്ചുപോയ ഭാര്യ പുഷ്പവല്ലി ഇതാ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന് വളരെയധികം ഞെട്ടലാണ് ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത്. എന്തു ചെയ്താലും കൽപ്പന ഇനി നായികയായിട്ട്, തൻ്റെ നായികയായിട്ട് വേണ്ട, ഈ സിനിമയിൽ വേണ്ട എന്ന് അനന്തൻ ഒരു തീരുമാനമെടുക്കുന്നു. പക്ഷേ തൻ്റെ ഭാര്യ രമണി അതിനെ എതിർക്കുന്നു. രമണി പറയുന്നു, ആ കുട്ടിയെ ബുക്ക് ചെയ്തോളൂ, എത്രയാണെന്ന് വെച്ചാൽ അഡ്വാൻസ് കൊടുത്തോളൂ, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് പറയുന്നു. അങ്ങനെ രമണിയുടെ നിർബന്ധത്തിന് വഴങ്ങി അനന്തൻ കൽപ്പനയെ നായികയാക്കി അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ആ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കൽപ്പനയും അനന്തനും കൂടുതൽ അടുക്കുന്നു. കൽപ്പന അനന്തനോട് ആരാണ് പുഷ്പവല്ലി എന്നും പുഷ്പവല്ലി എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിന് പുഷ്പവല്ലി ആരായിരുന്നുവെന്നും ചോദിച്ചറിയുന്നു. ഒരു നിമിഷത്തിൽ കൽപ്പന പുഷ്പവല്ലിയായി മാറാൻ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പുഷ്പവല്ലിയുടെ ദേഹത്തുണ്ടായിരുന്ന ഒരു മറുക് ഒരു പെൻസിൽ ഉപയോഗിച്ച് കൽപ്പന തൻ്റെ കയ്യിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ട അനന്തൻ വളരെ അസ്വസ്ഥനാകുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു പ്രണയബന്ധം ഉടലെടുക്കുകയാണ്. അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി ആരാവണം? ഇതാണ് അടുത്ത ചർച്ചാ വിഷയം. അയ്യാ വേലുത്തമ്പി ആ ഒരു സ്ഥാനം നിരസിക്കുന്നു. അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം വേണ്ട, അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി ആവാൻ തീരുമാനിക്കുന്നില്ല. അയ്യാ വേലുത്തമ്പി ആവട്ടെ അനന്തനെയും മറ്റൊരു നേതാവിനെയും വിളിച്ചുകൊണ്ടുപോയി രഹസ്യമായി സംസാരിക്കുന്നു. നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കണം, നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കണം. അനന്തൻ മുന്നിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും. അനന്തൻ്റെ മുഖം ആൾക്കാരിലേക്ക് അത്രയധികം ഇറങ്ങി ചെന്നിരുന്ന ഒരു മുഖമാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് അനന്തൻ നിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് അയ്യാ വേലുത്തമ്പി അനന്തനോട് പറയുന്നു. പക്ഷേ തമിഴ് സെൽവന് ഇത് കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈഗോ ഒന്ന് ഹേർട്ടാവുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തമിഴ് സെൽവന് അനന്തനോട് ചെറിയൊരു ഈർച്ചയുണ്ടാകുന്നു. കാലം ഒരുപാട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ പൊളിറ്റിക്സ്, പവർ, ഇത് അനന്തൻ്റെയും സെൽവൻ്റെയും കൂട്ടുകെട്ടിന് വിള്ളലുണ്ടാക്കുന്നു. സെൽവൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. അനന്തനാകട്ടെ വളരെ അറിയപ്പെടുന്ന വലിയൊരു സെലിബ്രിറ്റിയായി മാറുന്നു. ഇരുവരും ഇപ്പോഴും സൗഹൃദത്തിലാണ് എങ്കിലും രണ്ടു പേർക്കുമിടയിൽ ചെറിയൊരു ഈർച്ചയുണ്ട്. പാർട്ടിയുടെ ഉന്നത നേതാവായ അയ്യാ വേലുത്തമ്പി അന്തരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ഒരു പ്രസംഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ നമ്മുടെ തമിഴ് സെൽവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അയ്യാ വേലുത്തമ്പി പാർട്ടിയുടെ നട്ടെല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പാർട്ടിക്ക് ഉണർവേകിയതും ഊർജ്ജമേകിയതും പാർട്ടിയെ വളർത്തിയതും അയ്യാ വേലുത്തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിശാന്തി ഉണ്ടാവട്ടെ എന്ന് തമിഴ് സെൽവൻ പ്രസംഗിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കുന്നത് അനന്തനാണ്. അനന്തൻ പ്രസംഗിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തമിഴ് സെൽവൻ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്ന പാർട്ടിയിലെ ചില കറപ്ഷൻസിനെ പറ്റിയാണ് അനന്തൻ പ്രസംഗിക്കുന്നത്. ഒരു മാത്രയിൽ അനന്തൻ പറയുക പോലും ഉണ്ടായി, അയ്യാ വേലുത്തമ്പിയുടെ മരണത്തിന് കാരണം ഇത്തരം ചില കറപ്ഷൻസ് ആണ് എന്ന്. ജനങ്ങളിലേക്ക് ഈ ഒരു വാർത്ത വളരെ വേഗത്തിലാണ് തുളച്ചു കയറിയത്. വളരെ വിപ്ലവകരമായ ഒരു പ്രസംഗമായിരുന്നു അനന്തൻ്റേത്. തമിഴ് സെൽവൻ ആകെപ്പാടെ അപ്സെറ്റാവുന്നു. അനന്തനെ പാർട്ടിയിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനമെടുക്കുന്നു. പെട്ടെന്നൊരു ദിവസം അനന്തൻ അറിയുന്നത് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ്. അനന്തൻ ആ ഒരു സന്ദർഭത്തിലോട് ഭയങ്കര ഐറോണിക്കലായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പായസം വിളമ്പിക്കൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമാണ്, ഞാനിപ്പോൾ അത്യധികം സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഈ തമിഴ്നാട് പൊളിറ്റിക്സിലെ കറപ്ഷൻസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയമായിരുന്നു. തമിഴ്നാട്ടിൽ വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണ്. തമിഴ് സെൽവനെതിരെ ഇത്തവണ മത്സരിക്കുന്നത് അനന്തനാണ്. സ്വന്തം പാർട്ടി രൂപീകരിച്ച് തമിഴ് സെൽവനെതിരെ മത്സരിച്ച് കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കൂട്ടി
അനന്തൻ്റെ പാർട്ടി അധികാരത്തിലെത്തുന്നു. അനന്തൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. അധികാരത്തിലെത്തിയ അനന്തൻ്റെ പാർട്ടിയും ഒട്ടും ഭേദമല്ലായിരുന്നു. തമിഴ് സെൽവൻ്റെ ഭരണം എങ്ങനെയായിരുന്നു അതുപോലൊക്കെ തന്നെയായിരുന്നു, കറപ്ഷൻസ് ഉണ്ടായിരുന്നു അനന്തൻ്റെ ഭരണത്തിലും. ഇത് ചൂണ്ടിക്കാട്ടിയ തമിഴ് സെൽവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ചു. ചില കലാപങ്ങൾക്കൊക്കെ ഇത് ഇടവരുത്തി. അങ്ങനെ ആകപ്പാടെ അസ്വസ്ഥനായ അനന്തൻ തമിഴ് സെൽവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടുന്നു. അങ്ങനെ തമിഴ് സെൽവൻ ജയിലിലാകുന്നു. തമിഴ് സെൽവൻ്റെ അറസ്റ്റിന് ശേഷം ഒരു ദുരന്തമുഖത്ത് വെച്ച് ചീഫ് മിനിസ്റ്ററായിട്ടുള്ള അനന്തൻ വീണ്ടും കൽപ്പനയെ കണ്ടുമുട്ടുകയാണ്. ഇതിനിടയിൽ കൽപ്പന തന്നെ വിവാഹം കഴിക്കുമോ എന്ന് അനന്തനോട് ചോദിക്കുമ്പോൾ അനന്തൻ അത് പറ്റില്ല എന്നൊക്കെ മറുപടി പറഞ്ഞ് കൽപ്പനയിൽ നിന്നും ഒഴിവാകുന്നൊക്കെയുണ്ട്. ഇതുകൊണ്ട് കൽപ്പന പിണങ്ങി കൽപ്പന എങ്ങോട്ടോ പോകുന്നൊക്കെയുണ്ട്. അപ്പോൾ വീണ്ടും കൽപ്പനയും അനന്തനും കണ്ടുമുട്ടുകയാണ് ഒരു ദുരന്തമുഖത്ത് വെച്ച്. അപ്പോൾ അനുയായിയായിട്ടുള്ള ആളോട് അനന്തൻ പറയുന്നു, കൽപ്പനയോട് ചെന്ന് കണ്ട് മദ്രാശിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറയണം. കൽപ്പനയില്ലാണ്ട് താനും മദ്രാശിയിലേക്ക് തിരിച്ചു വരണ്ട എന്ന് പറയുന്നു. അങ്ങനെ കൽപ്പനയും അദ്ദേഹത്തിൻ്റെ അനുയായും കൂടെ തിരിച്ച് മദ്രാശിയിലേക്ക് യാത്ര ചെയ്യും വഴി അവരുടെ കാറ് ഒരു ആക്സിഡൻറ്റിൽ പെടുന്നു. കൽപ്പനയും മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായിയും മരിക്കുന്നു. കൽപ്പനയുടെ മരണം വീണ്ടും അനന്തനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നു. കൽപ്പന ഒരു തരത്തിൽ തൻ്റെ മുൻ ഭാര്യ പുഷ്പവല്ലിയുടെ രൂപസാദൃശ്യമുള്ളവളായിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ അവരിരുവരും പ്രണയിച്ചു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. കൽപ്പനയുടെ മരണം അനന്തനെ വല്ലാണ്ട് വീണ്ടും പിടിച്ചു കുലുക്കുന്നു. അയ്യാ വേലുത്തമ്പിയുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് അനന്തൻ എത്തുകയാണ്. അനന്തൻ എത്തുമ്പോൾ അവിടെ തമിഴ് സെൽവനുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായി ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തിരികുകയാണ്. അവിടെ വെച്ച് രണ്ട് കൂട്ടുകാരും വീണ്ടും കണ്ടുമുട്ടുകയാണ്. എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തമിഴ് സെൽവൻ്റെ അടുത്ത് ഇരുന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ തമിഴ് സെൽവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നു. കൈ കൊടുത്ത് പോവാണ് എന്നും പറഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞ് അനന്തൻ തിരികെ പോകുന്നു. പിറ്റേന്ന് അനന്തൻ അന്തരിക്കുന്നു. രാഷ്ട്രീയത്തിലും ജീവിതത്തിലും വളരെയധികം പ്രശ്നങ്ങൾ രണ്ടു പേർക്കും രണ്ട് കൂട്ടുകാർക്കും ഇരുവർക്കുമിടയിൽ ഉണ്ടായെങ്കിലും അനന്തൻ്റെ മരണം തമിഴ് സെൽവന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മോണോലോഗിലാണ് ഈ സിനിമ അവസാനിക്കുന്നത് തന്നെ. കൂട്ടുകാരാ, നിൻ്റെ അടുക്കിലേക്ക് എന്തെങ്കിലും ഒരു ദിവസം ഞാനും ഉണ്ടാവും, നിൻ്റെ അടുക്കിലേക്ക് എന്തെങ്കിലും ഒരു ദിവസം ഞാനും എത്തും എന്ന് പറയുന്നിടത്ത് സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. 1997 പുറത്തിറങ്ങിയ ലോക സിനിമയിലെ തന്നെ ക്ലാസിക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു മണിരത്നം ചിത്രമാണ് ഇരുവർ. മണിരത്നം എന്ന മാസ്റ്ററുടെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് ഈ ഒരു സിനിമ. മോഹൻലാൽ എന്ന അതിമഹത്തായ ഒരു നടൻ്റെ അഭിനയ മികവ്, പ്രകാശ് രാജ് എന്ന മറ്റൊരു നടൻ്റെ വീണ്ടും ഒരു അഭിനയ മികവ് തന്നെയാണ് ഈ ഒരു സിനിമ. ഇവർ രണ്ടുപേരുമുള്ള ഒരു കൂട്ടുകെട്ട്, ഇവർ രണ്ടുപേരുമുള്ള ചെറിയ പിണക്കങ്ങൾ, ഇവർ രണ്ടുപേരുമുള്ള ഈഗോ ക്ലാഷസ്, ഇതൊക്കെ സിനിമയെ വളരെ കാര്യമായിട്ട്, ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ വെള്ളിത്തിരയിൽ കണ്ടു തീർക്കുമ്പോൾ, സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം മറ്റൊന്ന് തന്നെയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല, ചിത്രം മുഴുവൻ പ്രത്യേകതകളാണ്. എങ്കിലും ഇതിൻ്റെ അകത്തെ ഒരു എൻസംബിൾ കാസ്റ്റ് തന്നെയാണ്. മോഹൻലാൽ, പ്രകാശ് രാജ്, നാസർ, ഐശ്വര്യ റായ്, ഗൗതമി, തബു, ഇങ്ങനെ തുടങ്ങിയ ഒരു വൻ താരനിരയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരുടെയും പെർഫോമൻസുകൾ ഒന്നിനൊന്നിന് മെച്ചമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം ജീവിച്ച് തീർത്ത ഒരു അനുഭവം ഒരു സിനിമയിലൂടെ, 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയിലൂടെ നമുക്ക് പകർന്നു കിട്ടുകയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലെ തന്നെ അതികായന്മാരായ ടെക്നീഷ്യൻസ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മറ്റാരും തന്നെയല്ല, സന്തോഷ് ശിവൻ എന്ന മികച്ച സിനിമാറ്റോഗ്രാഫർ, അതേപോലെ തന്നെ സുഹാസിനി മണിരത്നം, മണിരത്നത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സുഹാസിനി മണിരത്നമാണ് ഇതിൻ്റെ ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത്. കഥ എഴുതിയിരിക്കുന്നത് മണിരത്നം തന്നെയാണ്. അതേപോലെ ഇതിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. വരികൾ എഴുതിയിരിക്കുന്നത് വൈരമുത്തുവാണ്. ഇതിലെ ഓരോ പാട്ടിനും ഒരു പ്രത്യേകതയുണ്ട്. വിപ്ലവാത്മകരമായ വരികളുള്ള ഓരോ പാട്ടുകളും അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചോദനവും, എങ്കിൽ സിനിമയിൽ അതിനെ ഒട്ടും മുഴച്ചു നിൽക്കാത്ത രീതിയിലുമാണ് ഈ ഒരു സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ. തമിഴ് സെൽവനും
അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ടുള്ള പ്രണയിനിയായിട്ടുള്ള സെന്താമരയും. സെന്താമര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തബുവാണ്. അതേപോലെ തമിഴ് സെൽവൻ നമ്മുടെ പ്രകാശ് രാജാണ്. ഇരുവരും തമ്മിലുള്ള ഒരു പ്രണയബന്ധം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ലവ് മേക്കിംഗ് സീനിന് ശേഷം ഇരുവരും തല ചേർത്ത് വെച്ച് കിടക്കുന്ന ഒരു ഒരു പ്രത്യേകതയുള്ളൊരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൽ തമിഴ് സെൽവൻ സെന്താമരയോട് പറയുന്ന ഒരു ഡയലോഗാണ്, "ഉന്നോട് നാനിരുന്ന് ഒവ്വൊരു മണിത്തുളിയും മരണപ്പെടുക്കയിലും മറക്കാതെ കൺമണിയെ 90 നിമിടങ്ങൾ തൊട്ടണയിത്ത കാലം താൻ 800 ആണ്ടുകളായി ഇതയത്തിൽ കനക്കുതടി." ഈ ഒരു ഡയലോഗ് നമ്മൾ ഈയിടെയായിട്ട് റീൽസിലും മറ്റു കാര്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ഒരു സീനിൻ്റെ ഈ ഒരു ഷോട്ടിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. അത് ഈ ഈ ഒരു ഷോട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. ആ ഷോട്ടിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത ഉള്ളൊരു ഷോട്ട് കൂടെ തന്നെയാണ്. ഒരു സിംഗിൾ ഷോട്ടിലാണ് പ്രകാശ് രാജ് ഇത്രയും വലിയ കടുകട്ടി വാക്കുകളുള്ള ഒരു പ്രണയ കാവ്യം മൊത്തം പറഞ്ഞു തീർക്കുന്നത്. വൈരമുത്തുവിൻ്റെ ആ ഒരു വരികളുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് പ്രകാശ് രാജിൻ്റെ ആ ഒരു റെസിറ്റേഷനിലൂടെ നമുക്ക് കേൾക്കാനും കാണാനും അനുഭവിക്കാനും സാധിക്കും. ഇതിൻ്റെ ഷോട്ടെന്ന് പറയുന്നത് ഒരു ഹൈ ആംഗിളിൽ ക്യാമറ ഒരു 360 കറങ്ങി താഴെ വരുന്നൊരു ഷോട്ടാണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾ രണ്ടുപേരും ഒരു ലവ് മേക്കിംഗ് സീനിന് ശേഷം രണ്ടുപേരുടെയും തലകൾ ചേർത്ത് വെച്ച് കിടക്കുന്ന ഒരു ഷോട്ടാണ്. ഈ ഡയലോഗിൻ്റെ ഇടയിൽ പ്രകാശ് രാജ് തബുവിന് ചെറിയൊരു മുത്തം കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സെന്താമരയോടൊരു പ്രണയം തോന്നുന്ന ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഒരു ഷോട്ടാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഷോട്ടുകളുണ്ട്. എല്ലാ ഷോട്ടുകളും വിവരിച്ച് പറയുക എന്നുള്ളത് നമ്മുടെ എപ്പിസോഡിൻ്റെ ദൈർഘ്യം കൂട്ടുമെങ്കിലും പറയാൻ പറ്റാത്ത ചില ഒഴിവാക്കാൻ പറ്റാത്ത ചില ഷോട്ടുകളുണ്ട്. അത് പറഞ്ഞേ തീരൂ. അതിലൊന്നാണ് പൊളിറ്റിക്സ്, പവർ, അധികാരം ചൂണ്ടിക്കാട്ടുന്ന ഒരു ഷോട്ട്. ആ ഷോട്ട് ഇതാണ്. തമിഴ് സെൽവൻ്റെ വീട്ടിലേക്ക് സെലിബ്രിറ്റി ആയിട്ടുള്ള അനന്തൻ കടന്നു വരുന്നു. തമിഴ് സെൽവൻ്റെ ഭാര്യ മരതകം അദ്ദേഹത്തിന് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. ഭക്ഷണം അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കുന്നു. അദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അനന്തൻ തമിഴ് സെൽവൻ്റെ വീട്ടിൽ എത്തി എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഒരു വലിയൊരു ക്രൗഡ് തന്നെയാണ് തമിഴ് സെൽവൻ്റെ വീടിൻ്റെ പുറത്ത് രൂപം കൊള്ളുന്നത്. അപ്പോൾ തമിഴ് സെൽവൻ പെട്ടെന്ന് ഓടി അനന്തൻ്റെ അടുത്ത് വന്നിട്ട് അനന്തനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. "താങ്കൾ എൻ്റെ കൂട്ടത്തിൽ വരിക, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് തമിഴ് സെൽവൻ വീടിൻ്റെ ടെറസിലേക്ക് അനന്തനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ടെറസിൽ ചെന്ന അനന്തൻ കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുന്നതാണ്. ഈ ജനക്കൂട്ടത്തെ കണ്ടു കഴിയുമ്പോൾ സാധാരണയായി സെലിബ്രിറ്റി എന്നുള്ളൊരു നിലയിൽ കൈ വീശി കാണിക്കുക എന്നുള്ള അനന്തൻ്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട്. പക്ഷേ കൈ വീശാൻ വേണ്ടി പകച്ചു നിൽക്കുന്ന അനന്തൻ്റെ കൈ എടുത്ത് പൊക്കി ജനക്കൂട്ടത്തെ കാണിക്കുമ്പോൾ, ജനങ്ങളുടെ ഒരു ആരവം കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തമിഴ് സെൽവൻ അനന്തനോട് പറയുന്നുണ്ട്, "ലെനിനും സ്റ്റാലിനും ഹിറ്റ്ലറും എല്ലാവരും കൊതിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. നിന്റെ മുഖം ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടി മരിക്കാനും ഇവർ ഇപ്പോൾ തയ്യാറാണ്. നിന്നെ അവർക്ക് അത്രമാത്രം ബഹുമാനവും അത്രത്തോളം ഇഷ്ടവുമാണ്" എന്ന് തമിഴ് സെൽവൻ പറയുന്നിടത്ത് ആ ഒരു സീന് അവസാനിക്കുന്നു. സിനിമ നേരിട്ട് ചർച്ച ചെയ്യുന്നത് ഡയറക്റ്റ്ലി ആണോ ഇൻഡയറക്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും സംശയം വരും. എംജിആറും കരുണാനിധിയും ജയലളിതയും ഇവർ 3 പേരെയും കുറിച്ചാണ് ഈ സിനിമ ഇൻഡയറക്റ്റ്ലി എന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സിനിമ ചർച്ച ചെയ്യുന്നത്. എംജിആർ ആയിട്ടുള്ളത് നമ്മുടെ അനന്തനും കരുണാനിധി ആയിട്ടുള്ളത് നമ്മുടെ പ്രകാശ് രാജുമാണ്. സിനിമയിൽ ഒരിക്കലും ഒരിടത്തും അത് പറയുന്നില്ല എങ്കിലും പിന്നീട് കരുണാനിധിയും ജയലളിതയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിഷേധിച്ചുവെങ്കിലും കാണുന്ന പ്രേക്ഷകന് എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. അനന്തൻ്റെ ആദ്യ ഭാര്യ പുഷ്പവല്ലി. പുഷ്പവല്ലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ സാധാരണക്കാരിയായിട്ടുള്ള, വളരെ പാവമായിട്ടുള്ള ഒരു പെൺകുട്ടി. പാവമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും ആ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന പുഷ്പവല്ലി എന്ന് പറയുന്ന കഥാപാത്രം വളരെ പാവമായിട്ടുള്ള, വളരെ ലോല ഹൃദയമുള്ള ഒരു നായിക കഥാപാത്രമാണ്. ഐശ്വര്യ റായിയാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഐശ്വര്യ റായിക്ക് വെറും 23 വയസ്സാണുള്ളത്. 23 വയസ്സുള്ള ഐശ്വര്യ റായി കൈകാര്യം ചെയ്തിരിക്കുന്ന ആ 2 റോളുകൾ, അതായത് പുഷ്പവല്ലിയും കൽപ്പനയും, രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന, 2 തലത്തിൽ നിൽക്കുന്ന 2 കഥാപാത്രങ്ങൾ. പുഷ്പവല്ലിയും കൽപ്പനയും 2 പേരാണെന്ന് കാണുന്ന നമുക്ക് അത്രയധികം ബോധ്യപ്പെടുമെങ്കിലും ഇവർ തമ്മിൽ ആകപ്പാടെ ഒരു മുഖസാദൃശ്യം മാത്രമേ ഉള്ളൂ, രൂപസാദൃശ്യം മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകന് മനസ്സിലാകുന്നു. പ്രണയവും യാഥാർത്ഥ്യവും സ്വപ്നങ്ങളും തമ്മിലുള്ള
അല്ലെങ്കിൽ പ്രണയവും യാഥാർത്ഥ്യവും ജീവിതവും സ്വപ്നങ്ങളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ഈ ഇരുവർ എന്ന സിനിമ. ഈ സിനിമയിലുടനീളം നമുക്കത് കാണാൻ സാധിക്കും. എത്ര കൂട്ടുകാരായിരുന്നാലും അവർക്കിടയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പവർ, അധികാരം അവർക്കിടയിൽ കടന്നു വന്നു കഴിയുമ്പോൾ അധികാരമോഹികളായി മാറുന്ന രണ്ട് പാവം മനുഷ്യരെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ആനന്ദനും തമിഴ് സെൽവനും. പാർട്ടിയുടെ നടപടികൾ അനുസരിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന ആരെയും ഒരു ഉന്നത സ്ഥാനത്തേക്ക് ആരെയും തിരഞ്ഞെടുക്കാറില്ല. അപ്പോൾ ഇതാണ് തനിക്ക് മുന്നിൽ വെക്കുന്ന ഒരു കണ്ടീഷൻ. താൻ നാളെ അഭിനയം നിർത്തിയാൽ തനിക്ക് താൻ ചോദിക്കുന്ന എന്ത് അധികാരം, എന്ത് സ്ഥാനം വേണമെങ്കിലും തരാൻ പാർട്ടിയും ഞാനും തയ്യാറാണ് എന്ന്. അപ്പോൾ മോഹൻലാൽ, അതായത് അനന്തൻ കൊടുക്കുന്ന ഒരു ലുക്കുണ്ട്. വളരെ ജാള്യതയും ദേഷ്യവും എന്നാൽ വിദ്വേഷവും ഒരു എന്താ പറയുന്നത്, വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു 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 തിരിച്ച് നോട്ടം അനന്തൻ തമിഴ് സെൽവന് നേരെ നോക്കുന്നുണ്ട്. അതിൽ ഒരു അഭിനേതാവിൻ്റെ വളരെ വലിയൊരു മികവ് നമുക്ക് കാണാൻ സാധിക്കും. മോഹൻലാൽ എന്ന മഹത്തായ ഒരു നടൻ്റെ കണ്ണുകൊണ്ടും ചെറിയ ചെറിയ ചില മുഖഭാവങ്ങൾ കൊണ്ടുമുള്ള ഒരഭിനയം, ആ ഒരു നോട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകൻ്റെ ഒക്കെ നെഞ്ചിൽ തറച്ചു കയറുന്ന രീതിയിലുള്ള ഒരു നോട്ടം തന്നെയായിരുന്നു. പ്രകാശ് രാജിൻ്റെ ആ ഒരു മറുപടി അത്രത്തോളം വേദനയുണ്ടാക്കുന്ന ഒരു മറുപടിയുമായിരുന്നു. അനന്തൻ അഭിനയം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാർട്ടിയിലെടുക്കാം, അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു ഉന്നത സ്ഥാനം തനിക്ക് തരാം എന്നുള്ളത്. ഈ അനന്തൻ കാരണമാണ് പ്രകാശ് രാജിൻ്റെ തമിഴ് സെൽവൻ്റെ ഒരു പാർട്ടി അത്രയധികം പ്രചാരത്തിലെത്തിയത്. അധികാരത്തിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അധികാരമോഹിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും തമിഴ് സെൽവൻ. അധികാരത്തിൽ സ്വയം മതിമറന്ന് വന്ന വഴി മറന്നുപോയ തമിഴ് സെൽവനെ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടുകാരനാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിനോട് തമിഴ് സെൽവന് തോന്നുന്ന ഒരു ഈഗോ, അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് സിനിമയിലെ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ഭയങ്കര വ്യത്യസ്തതകളുള്ള രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രഫിയാണ് ഈ ഒരു ചിത്രത്തിന് സന്തോഷ് ശിവൻ എന്നുള്ള മഹത്തായ ആ ഒരു സിനിമാറ്റോഗ്രാഫർ, ആ ഒരു മാസ്റ്റർ കൊടുത്തിട്ടുള്ളത്. ഓരോ ഫ്രെയിമുകളും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ഫ്രെയിമുകളാണ് ഇതിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഷോട്ടുകളിലും അങ്ങനെ തന്നെയാണ്. ഏത് ഷോട്ട് എടുത്താലും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റും. അത്ര മികവുള്ള ഒരു ഛായാഗ്രഹണ ശൈലിയാണ് ഈ സിനിമയിൽ സന്തോഷ് ശിവൻ അവലംബിച്ചിട്ടുള്ളത്. ഓരോ ഷോട്ടുകൾക്കും ആ ഒരു പ്രത്യേകതയുണ്ട്. ചില ഷോട്ടുകളുടെയൊക്കെ ഒരു ട്രോളി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ചില ഷോട്ടുകളുടെയൊക്കെ മൂവ്മെൻറ്റ്, ക്യാമറ ആംഗിളുകളൊക്കെ ഇത് ഏത് ഷോട്ടാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത, അല്ലെങ്കിൽ വിവേചിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ചില ഷോട്ടുകൾ തുടങ്ങുമ്പോൾ വൈഡ് ഷോട്ടുകളാണെങ്കിൽ അത് അവസാനിക്കുമ്പോൾ അത് ക്ലോസപ്പിലേക്ക് മാറുന്നു. ഇതിനിടയിൽ അത് മിഡ് ഷോട്ടും ലോങ് ഷോട്ടും മിഡ് വൈഡ് ഷോട്ടുകളും ഒക്കെയായി മാറിയിട്ടായിരിക്കാം ഈ ക്ലോസപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. അത്രത്തോളം മികവുറ്റ ഒരു സിനിമാറ്റോഗ്രഫി ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സിനിമാറ്റോഗ്രഫി മാത്രമല്ല, ശബ്ദത്തിൻ്റെ മേഖലയും ഈ സിനിമയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മോശം ചിത്രങ്ങളും ആൾക്കാർ കണ്ടിരിക്കും, എന്നാൽ മോശം ശബ്ദം ആൾക്കാർ കണ്ടിരിക്കത്തില്ല എന്നുള്ളതിനെ വളരെ അന്വർത്ഥമാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ശബ്ദ പശ്ചാത്തലം രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നമുക്ക് AR റഹ്മാൻ സാറ് ചെയ്തു തന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇതിലെ ഓരോ ഗാനങ്ങളും അങ്ങനെയാണ്. ചില ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് ഇത്രത്തോളം വിപ്ലവകാത്മകമായിട്ടുള്ള ചില വരികൾ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. പക്ഷേ സിനിമ മൊത്തം ആസ് ഇറ്റ് ഈസ് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഓരോ വരികളുടെയും ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഓരോ വരികളും ഓരോ വാക്കുകളും നമുക്ക് തരുന്ന ഒരു പഞ്ച് എന്താണ് എന്നുള്ളത്. കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ള വരികളും വാക്കുകളുമാണ് വൈരമുത്തു എന്ന എഴുത്തുകാരൻ തൻ്റെ ഗാനങ്ങളിലൂടെ, തൻ്റെ കവിതകളിലൂടെ ഈ സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു ശൈലി, മുഖഭാവങ്ങൾ കൊണ്ട്, വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള മുഖഭാവങ്ങൾ കൊണ്ട് അഭിനയിക്കുന്ന ഒരു ശൈലി ഒരുപക്ഷെ ഇതിലെ എല്ലാ അഭിനേതാക്കളും അവലംബിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മണിരത്നത്തിൻ്റെ തൂലികയിൽ പിറന്ന ലോകോത്തര സിനിമയുടെ സ്വഭാവമുള്ള ഒരു ക്ലാസിക് സിനിമയാണ് ഇരുവർ എന്നുള്ള ഈ ചിത്രം. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി സിനിമാ കാര്യത്തിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.